ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആഫ്രിക്കയിൽ ഞങ്ങൾ 6 ഫ്രണ്ട്സും ഫാമിലിയും കൂടെ സ്റ്റേ ഓവറിന് വന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഫാം ഹൗസ്. നല്ല ഭംഗിയായിട്ട് ബീച്ചും അതുപോലെ പച്ചപ്പും ഹരിതാപയൊക്കെയുള്ള നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ ഇന്ന് താമസിക്കാൻ പോണത്. ആദ്യമായിട്ട് ഞങ്ങൾ പെട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ട് ചായ വെക്കാൻ പോവാം കേട്ടോ. ചായ വെക്കാനുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗ്യാസ് കത്തിക്കുമ്പോൾ നമുക്കൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും കൂടെ അങ്ങോട്ട് കത്തിച്ചു, ചായയൊക്കെ വെച്ചു. ചായ കുടിച്ചിട്ട് ഞങ്ങൾ ബീച്ചിൽ പോകാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ചായ വെക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷമല്ലേ അത്. അപ്പോൾ അടിപൊളി വൈബൊക്കെ അടിച്ച് ഞങ്ങൾ ചായ എല്ലാം കുടിച്ചിട്ട് ബീച്ചിലേക്ക് പോവാണേ. ഇന്ന് ബീച്ച് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇന്ത്യൻ ഓഷന്റെ ഭാഗമാണിത്. അപ്പോൾ ഈ ഒരു ബീച്ച് കണ്ടപ്പോഴേക്കും പിള്ളേരൊക്കെ ചാടി ഇറങ്ങി അവിടെ അടിച്ച് പൊളിച്ച് കളിക്കുകയായിരുന്നു. ഒരു പേടിയില്ലായിരുന്നു കേട്ടോ കുട്ടികൾക്കൊന്നും. അപ്പം ഞങ്ങളിങ്ങനെ മുറുക്കെ പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ എല്ലാവരെയും. അതുപോലെ പിള്ളേര് മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും കൂടെ ആർമാദിച്ച് ഒരു 2 മണിക്കൂർ അവിടെ കളിക്കുകയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി വൈബായിരുന്നു. അപ്പോൾ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ കയറി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അത്യാവശ്യം കുറച്ച് ബാർബിക്യൂ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ഇവരിങ്ങനെ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുട്ടികളെ എല്ലാവരും കൂടെ കൂട്ടിയിട്ട് ഞങ്ങളിങ്ങനെ കേക്ക് മുറിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളിയായിരുന്നു. കുട്ടികൾക്കും അത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. എല്ലാവരും കൂടെ അങ്ങനെ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ 10-15 ദിവസം മുമ്പ് തന്നെ കട്ട പ്ലാനിങ് ആയിരുന്നു കേട്ടോ. കാരണം എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ വേണം, എന്തൊക്കെ ഫുഡ് ഓരോരുത്തർ കൊണ്ടുവരണം എന്നൊക്കെ നല്ല പ്ലാനിങ് ഉണ്ടായിരുന്നു. എന്തൊക്കെ സാധനങ്ങൾ മറക്കാണ്ട് വാങ്ങിച്ചു കൊണ്ടുവരണം എന്നൊക്കെ എഴുതി വെച്ച് സാധനങ്ങളൊന്നും മറക്കാണ്ട് വാങ്ങിച്ചു. അടിപൊളിയായിട്ട് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റിയിട്ടോ. അപ്പോൾ അതിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. അതുപോലെ എപ്പോഴെങ്കിലൊക്കെ അല്ലേ ഇതുപോലെ കൂടാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ സംസാരിച്ച് വർത്താനം പറഞ്ഞിട്ട് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു കുറവില്ലായിരുന്നു. നല്ല പോലെ ഭക്ഷണം കഴിച്ച് നമ്മൾ നല്ല പോലെ അടിച്ചു പൊളിക്കുകയായിരുന്നു. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ മെയിൻ കലാപരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. പാട്ട് വെച്ചിട്ട് ഡാൻസ്, അതുപോലെ പല പല ഗെയിംസ്, അങ്ങനെ പല കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ടായിരുന്നു. ഈ ആർമാദെല്ലാം കഴിഞ്ഞിട്ട് പിള്ളേരെ അടക്കം ഉറങ്ങാൻ 3 മണിയായി കേട്ടോ. ഇതിപ്പോൾ രാവിലത്തെ വീഡിയോ ആണ്. രാവിലെ ഞങ്ങൾ എണീറ്റിട്ട് ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ച് ബീച്ചൊക്കെ കാണാൻ പോയി. സമാധാനമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മെയിൻ അഡ്വാൻറ്റേജ് പിള്ളേരൊക്കെ ഉറങ്ങുന്നതുകൊണ്ട് നമുക്ക് സമാധാനമായിട്ട് പതുക്കെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ എല്ലാവരും ഓരോരോ കഥകളൊക്കെ പറഞ്ഞിട്ട് ഫുഡ് ഉണ്ടാക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഈ കൂട്ടുകാരെല്ലാവരും കൂടെ കൂട്ടുകൂടി ഒരുമിച്ച് ഫുഡ് ഉണ്ടാക്കുക പറഞ്ഞാൽ ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മൾ തമാശയൊക്കെ പറഞ്ഞ് അതുപോലെ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് ബ്രെഡും ജാമും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എന്താ വേണ്ടത് വെച്ചാൽ കഴിച്ച് അടിപൊളിയായിരുന്നു കേട്ടോ. ഇപ്രാവശ്യത്തെ ഈ ഒരു വെക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലായിരുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. സമയം ഒരു 10 മണിയാകുമ്പോഴേക്കും ഞങ്ങൾക്ക് വേറൊരു കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നിൽക്കൽ അത്ര പന്തിയല്ല. കാരണം അത്രയും ചൂടായിരുന്നു. ഒന്നാമത് കോസ്റ്റൽ ഏരിയ, രണ്ടാമത് സമ്മർ സീസൺ, രണ്ടും കൂടെ ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ കരിക്ക് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കരിക്ക് കുടിച്ചിട്ട് ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ആഫ്രിക്കയിലത്തെ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുകയും ചെയ്യണം.